ഫിലിമിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ നമ്മൾ ആദ്യം നോക്കിയാൽ എവിടെയും ഗോകുലില്ല. ഗോകുലിനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബിഹൈൻഡ് ദി കർട്ടൻസ് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഗോകുൽ എവിടെയാണെന്നുള്ള ചോദ്യത്തിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി, ആരാണ് ഈ ഗോകുൽ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വന്നു. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിയാണ് അങ്ങനെ അത് അനൗൺസ് ചെയ്യുന്നത് തന്നെ. പൃഥ്വിരാജ് വന്നിട്ട് പറയുന്നു ഈ എന്നോടൊപ്പം തന്നെ എന്ന് പറയുന്നൊരു, എനിക്കൊന്ന് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു വലിയ അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞിരുന്നു ഗോകുലിന്. അതിനെങ്ങനെ കാണുന്നുണ്ട്? അന്ന് ആ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് നിങ്ങളൊക്കെ പോലെ തന്നെ സർപ്രൈസ്ഡ് ആയ ഒരാളാണ് ഞാൻ. അവിടെ രാജുവേട്ടൻ അതിൻ്റെ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ പറയുന്നത് ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ റിയാക്ഷനൊക്കെ അവർ എടുത്തിട്ടും ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിട്ട് അയ്യോ അത് ഉള്ളിലെന്തൊക്കെയോ കുറേ വികാരങ്ങൾ വരുന്നുണ്ട്. അത് എന്താ അത് മുഖത്താണെങ്കിലും എക്സ്പ്രസ് ചെയ്യാനും പറ്റാ എന്തോ ഒരു ഫീലിംഗ് ഇല്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം രാജുവേട്ടനെ പോലത്തെ ഒരു ആക്ടറിൻ്റെ അടുത്തുനിന്ന്, ഒരു ബ്രില്യൻ ഫിലിം മേക്കറുടെ അടുത്തുനിന്ന്, ഒരു ബ്രദറിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ അക്നോളജ്മെൻറ്റ് കിട്ടുകയാണ്, അത് കോംപ്ലിമെൻറ്റ്സ് കിട്ടുക എന്നൊക്കെ പറയുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലൊക്കെ സ്ക്രീനിൽ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ റിലീസിന് മുന്നേ തന്നെ ആ ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായത്, ആ എക്സൈറ്റ്മെൻറ്റ് ഞാൻ ജീവിച്ചു തീർത്തത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് തന്നെയാണ്. ഇതിന് മുന്നേ എപ്പോഴും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ആ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിൻ്റെ ഇടയിൽ ഇവരൊക്കെ കാണുക, ഇവരൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണുമല്ലോ. ഇത് ജസ്റ്റ് ഒരു ഷോട്ടിന് മുന്നേ ഇവർ വേറെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞിട്ടിരിക്കും. ഷോട്ട് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ മാറിയിട്ട് വേറൊരു രീതിയിൽ ബിഹേവ് ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ പ്രോസസ്സൊക്കെ അവരത്രയും എന്താ പറയുക, അവരുടെ മനസ്സിൽ എത്രയും ബ്രില്യൻ്റ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, എന്നെ പോലുള്ളൊരു പഠിച്ചു വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ പഠിക്കുന്ന ആൾക്ക് എന്താ കുറേ കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ. ഭയങ്കര ടഫസ്റ്റായ ഒരു സ്ഥലത്ത് നടക്കുന്ന ഷൂട്ട് കൂടിയാണ്. ഞാൻ തന്നെ ശ്രദ്ധിക്കണ്ടായിരുന്നു. നല്ല ഒരു ഈ മണലിലൊക്കെ അങ്ങനെ ഭയങ്കര കവേർഡായ ഡ്രസ്സൊന്നുമല്ല, അങ്ങനെ പാൻറ്റോ ഉടുപ്പോ അല്ലെങ്കിൽ ഫുൾ സ്ലീവിൽ അങ്ങനെ കവർ ചെയ്യുന്നു എങ്കിൽ പോലും മണലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈ ചുട്ടുപഴുത്ത മണലിലാണല്ലോ കിടക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ എന്താ അറിയാലോ, അൾജീരിയയിൽ സഹാറ മരുഭൂമിയാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെസേർട്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? സഹാറ മരുഭൂമി. അങ്ങനെയൊക്കെ കേട്ടിട്ട് മാത്രമുള്ള ആ മരുഭൂമിയിലേക്ക് അത് അൾജീരിയയായിരുന്നു ഏറ്റവും ടഫസ്റ്റ്. കാരണം അവിടെ എക്സ്ട്രീം ഹീറ്റും എക്സ്ട്രീം കോൾഡും, ഇടയ്ക്ക് മരുഭൂമിയുടെ സ്വഭാവം മാറുക എപ്പോഴാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഷോട്ട് എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് മണൽക്കാറ്റൊക്കെ വന്ന് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്കൊക്കെ പോയ ഇൻസ്റ്റൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഓഫ് കോഴ്സ് പറയാതെ തന്നെ അറിയാമല്ലോ, കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ആ കഷ്ടപ്പാടുകളാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഹെൽപ്ഫുൾ ആക്കിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ അവർ അനുഭവിച്ചതും ഇത് തന്നെയാണല്ലോ. മരുഭൂമിയിൽ കൂടെ അവർ നടക്കുമ്പോഴും അവിടെ ജീവിച്ച സാഹചര്യങ്ങളിലും അവർ നജീബിക്കും ഹക്കീമും അനുഭവിച്ചതും ഇതേപോലെ തന്നെയായിരിക്കും. ഇപ്പം അവരനുഭവിച്ചതിൻ്റെ ചെറിയൊരു ശതമാനം നമ്മൾ അനുഭവിക്കുമ്പോൾ അത് നമുക്ക് ക്യാമറയുടെ മുമ്പിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി അത് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അങ്ങനെ ആ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായത് നന്നായെന്ന്, അതൊരു പോസിറ്റീവ് ഔട്ട്ലുക്കായിട്ട് ചെയ്യാൻ എനിക്ക് തോന്നുള്ളൂ. പിന്നെ വേറൊരു chaos makes the muse എന്ന് പറയില്ല നമ്മൾ, അതെന്താണ്, കുറേ ചലഞ്ചസും അൺസർട്ടനിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മളെ ക്രിയേറ്റീവ് എൻഡേവേഴ്സിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവുക.